എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിനി ഈ ചാപ്റ്ററിനകത്ത് വരുന്ന നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ആയ കോഡ്സ് ആൻഡ് ടാൻജൻസ് എന്ന് പറയുന്ന സൈഡ് ഹെഡിങ്ങിന് താഴെ വരുന്ന ചില പോയിന്റ്സുകളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളുടെ ആൻസറുകളും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അതിനകത്ത് പറയാനുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു സർക്കിളിനകത്ത് നമ്മൾ കോഡ് വരച്ചാൽ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ്സിലൂടെ നമ്മൾ രണ്ട് ടാൻജന്റുകൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, അതായത് ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ ഉണ്ടാവില്ലേ? ആ രണ്ട് എൻഡ് പോയിന്റിലൂടെ നമ്മൾ രണ്ട് ടാൻജന്റുകൾ വരച്ചു. അങ്ങനെയാണ് എങ്കിൽ ആ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ടു ആംഗിൾസ് അല്ലേ ഇവിടെ ഉള്ളത്? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നോക്കൂ, ഞാനിവിടെ എ ബി എന്ന് പറയുന്ന ഒരു കോഡാണ് ഓ സെന്റർ ആയിട്ട് വരച്ചിട്ടുള്ള ഈ സർക്കിളിനകത്ത് ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഈ എ ബി എന്ന കോഡിന്റെ എൻഡ് പോയിന്റുകളാണല്ലോ എയും ബിയും. ഞാനിവിടെ എ എന്ന് പറയുന്ന ഈ പോയിന്റിലൂടെ ഇങ്ങനെ ഞാൻ ഇവിടെ ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിലൂടെയും ഒരു ടാൻജന്റ് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ടു ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് ഇവിടെയുള്ള ഈ ആംഗിള്, ഒന്ന് ഇവിടെയുള്ള ഈ ആംഗിള്. ഈ ആംഗിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ഒരു കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റുകൾ സർക്കിളിന്റെ സെന്ററിലേക്ക് നമ്മൾ യോജിപ്പിക്കുമ്പം, അതിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഇവിടെ ഉണ്ടാകുന്ന ഇന്റേണൽ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ആംഗിൾ എന്ന്, അല്ലെ? അപ്പം ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിളിനെ ഇവിടെ എക്സ് ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ടു ആംഗിൾസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് x/2 എന്നായിരിക്കും. അതായത് നമ്മൾ വരച്ചിരിക്കുന്ന എ ബി എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇവിടെയുള്ള എ ഒ ബി എന്ന് പറയുന്ന ഈ ആംഗിൾ ഒരു 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും ഈ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്? എത്രയാണോ സെൻട്രൽ ആംഗിൾ ഉള്ളത് അതിന്റെ ഹാഫ് ആയിരിക്കും ഉണ്ടാവുക. എന്ന് പറയുമ്പോൾ 80യുടെ ഹാഫ് എന്ന് പറയുന്നത് 40 ആണ്. ഇവിടുത്തെ ആംഗിൾ 40 ആണ്, ഇവിടുത്തെ ആംഗിൾ എത്ര തന്നെയാണ്? 40 ആണ്. അപ്പം പോയിന്റ് വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റിലൂടെ നമ്മൾ ടാൻജന്റ്സ് വരച്ചാൽ ആ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തിരിച്ചു പറയാം, ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരു 35 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആണ് ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ. എങ്കിൽ ഈ ആംഗിളിന്റെ ഡബിൾ അല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഇത് 35 ആണ് എങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റിലൂടെ നമ്മൾ ടാൻജൻസ് വരച്ചാൽ ആ ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ആ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. ഇതാണ് അതിനകത്ത് വരുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന സെക്കൻഡ് പോയിന്റ് നോക്കാം. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിന്റെ ടു എൻഡ് പോയിന്റ്സിലൂടെ നമ്മൾ ടു ടാൻജൻസുകൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിള് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിനകത്ത് അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്ററി ആർക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. അതായത് ഒരു സർക്കിൾ, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിനകത്തുള്ള ഒരു കോഡാണ് എ ബി എന്ന് പറയുന്ന കോഡ്.
ഈ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ നമ്മൾ വരച്ചിട്ടുള്ള ടാൻജൻസുകളാണ് പി എ എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ ഈ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ഈ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ കോംപ്ലിമെന്ററി ആർക്ക് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വരുന്ന ഈ പാർട്ടിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ് എന്നാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള പോയിന്റ് ആണ്, മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ ഒരു രണ്ട് ടാൻജന്റുകൾ ഇങ്ങനെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കോഡും ഇവിടുത്തെ ടാൻജന്റുമായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നില്ലേ? ഈ ആംഗിളിനെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ആംഗിൾ എത്രയാണോ നമുക്കുള്ളത് അതേ ആംഗിൾ തന്നെയായിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് പാർട്ടിനകത്ത് നമ്മൾ ഒരു ആംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ എക്സ് ഡിഗ്രി. നോക്കൂ, ഞാൻ ഇവിടെ ഇങ്ങനൊരു ആംഗിൾ ഫോം ചെയ്തു, ഇങ്ങനൊരു ആംഗിൾ. ഈ ആംഗിളിന്റെ വാല്യൂ എത്ര തന്നെയായിരിക്കും? ഇതും എക്സ് ഡിഗ്രി തന്നെയാണ്. ഈ ഓപ്പോസിറ്റ് പാർട്ടിനകത്ത് നമ്മൾ ഏത് ആംഗിൾ വരച്ചു കഴിഞ്ഞാലും ആ ആംഗിൾ എന്ന് പറയുന്നത് ഈ ടാൻജന്റും കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ ആയിരിക്കും. ഇനി നോക്കൂ, ഞാൻ വേറൊരു ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഈ കോഡും ടാൻജന്റുമായിട്ട് ഇതിന്റെ ഈ പാർട്ടിനകത്ത് ഉണ്ടാക്കിയ ആംഗിൾ ആണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ y ഡിഗ്രി എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ y ഡിഗ്രി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിന്റെ ബാലൻസ് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിമെന്ററി ആർക്കാണ് ഇത്രയും ചെറിയ പോർഷൻ. ഇതിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എ സി ബി എന്ന് പറയുന്ന ആംഗിൾ. ഈ ആംഗിളിന്റെ വാല്യൂ എത്ര ഡിഗ്രി തന്നെയാണ്? ഇവിടെ എത്രയാണോ ഉള്ളത് അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ രണ്ട് ടാൻജന്റുകൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു പാർട്ടില് ഈ കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ബാലൻസ് വരുന്ന പാർട്ടിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. ഇവിടെ എത്രയാണോ ആംഗിൾ ഉള്ളത് സെയിം ആംഗിൾ തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്താണ്, ഈ പോർഷനകത്ത് ഞാൻ ഈ ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതേ ആംഗിൾ തന്നെയായിരിക്കും ഇതിന്റെ ബാക്കി വരുന്ന പോർഷനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കാം, ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ ടാൻജന്റുകൾ വരച്ചാൽ ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓൾട്ടർനേറ്റ് പോർഷനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് അത് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കാം, ഇവിടെ ഒരു 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിളും 70 ആണ്. ഇതിന്റെ ബാക്കി വരുന്ന ഇത്രയും വലിയ പോർഷനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളുകളെല്ലാം എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? ഇറ്റ് ഈസ് 70 ഡിഗ്രി ആണ്. ഇത് 70 ആണ്, ഇതും 70 ആണ്. ഇവിടെയാണെങ്കിലോ ഫോർ എക്സാമ്പിൾ പറയാം, ഇതൊരു 115 ഡിഗ്രി ആണ് എങ്കിൽ ഇതും 115 ഡിഗ്രി ആണ്. എങ്കിൽ ഇതിന്റെ ബാക്കി വരുന്ന പോർഷനകത്ത് നമ്മൾ ഏത് ആംഗിൾ വരച്ചാലും ആ ആംഗിൾ എല്ലാം എത്ര ഡിഗ്രി തന്നെയാണ്? അത് 115 ഡിഗ്രി തന്നെയാണ്. ഇതും 115 ഡിഗ്രി ആണ്. ഇതാണ് സെക്കൻഡ് പോയിന്റിനകത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ രണ്ട് പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യനകത്തൊക്കെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനുകളാണ് വരാറുള്ളത്. അപ്പം ആംഗിളുകൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണ് എന്ന പോയിന്റ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തരുന്ന ആ ഫിഗറിനകത്ത് ഇന്ന ആംഗിളുകളെല്ലാം നമുക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലാവാം. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ രണ്ട് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്കിതുമായി ബന്ധപ്പെട്ട് ഇതിന് താഴെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന ചില ക്വസ്റ്റ്യനുകളുടെ ആൻസറുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് അതിനകത്ത് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, താഴെ കൊടുത്തിട്ടുള്ള ഫിഗറിനകത്ത് സ്മോൾ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിലൂടെയുള്ള ടാൻജന്റുകളാണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ലാർജ് ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലെയും ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്ക് താഴെ ഒരു ഫിഗറിനകത്ത് ഒരു സ്മോൾ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിളിനകത്ത് ഇതിന്റെ സർക്കം സർക്കിൾ, ട്രയാങ്കിളിന്റെ ഈ സ്മോൾ ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലൂടെയും വരച്ചിട്ടുള്ള ടാൻജന്റുകളാണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലാർജ് ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലെയും ആംഗിളുകൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം.
നോക്കൂ നിങ്ങൾ, ഇതിനകത്തുള്ള സ്മോൾ ട്രയാങ്കിളിന് നമുക്കൊരു പേര് കൊടുക്കാം. ഇത് എ എന്നാണ്, ഇത് ബി, ഇത് സി. എ ബി സി എന്ന് പറയുന്നതാണ് ഇതിനകത്തുള്ള സ്മോൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ലാർജ് ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ആർ ആണ്. ഇതിനകത്ത് ഈ സ്മോൾ ട്രയാങ്കിളിന്റെ 2 ആംഗിൾസ് നമുക്ക് ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബി എന്ന് പറയുന്ന ആംഗിള് 80 ഡിഗ്രിയാണ്, സി എന്ന് പറയുന്നിടത്തെ ആംഗിള് അത് 60 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ എ ഒന്ന് കണ്ടുപിടിച്ചൂടെ? നമുക്ക് എഴുതാം ആംഗിൾ എ ഈസ് ഈക്വൽ ടു, ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് അത് 180 ആണ്. ആ 180യിൽ നിന്ന് നമ്മൾ ബാക്കി വരുന്ന ഈ 2 ആംഗിൾസ് നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കിയുള്ളതല്ലേ ആംഗിൾ എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 180 മൈനസ് 80 പ്ലസ് 60, 80 പ്ലസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 80 പ്ലസ് 60 എന്ന് പറയുമ്പോൾ 140 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180യിൽ നിന്ന് 140 മൈനസ് ചെയ്താൽ 40 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എഴുതാം, ഇത് 40 ഡിഗ്രിയാണ് അല്ലേ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ലാർജ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇതിന്റെ തൊട്ടു മുന്നേ പഠിച്ച പോയിന്റ് എന്ന് പറയുന്നത് ഒരു സർക്കിളിനകത്ത് നമ്മൾ ഒരു കോഡ് വരച്ചിട്ട് ആ കോഡിന്റെ 2 എൻഡ് പോയിന്റിലൂടെ ടാൻജന്റുകൾ വരയ്ക്കുമ്പം ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ഇൻ ബിറ്റ്വീൻ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 2 ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കി വരുന്ന ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി വരുന്ന ഈ പോർഷനകത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളുകൾക്ക് ഈക്വൽ ആണ് എന്നല്ലേ തൊട്ട് മുന്നേ പഠിച്ചത്. നോക്കൂ, നമുക്കിവിടെ എ സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിന്റെ ഓരോ സൈഡുകളും ഈ സർക്കിളിന്റെ കോഡുകളാണ്. നോക്കൂ, എ സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡാണ്, ബി സി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡാണ്, എ ബി എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡാണ്. നമുക്ക് ഇതിനകത്ത് ആദ്യം എ സി എന്ന് പറയുന്ന കോഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. എ സി എന്ന് പറയുന്ന കോഡ്, എ സി എന്ന് പറയുന്ന ഈ കോഡ് കൺസിഡർ ചെയ്താൽ ഇതിനകത്തെ എ എന്ന് പറയുന്ന പോയിന്റിലൂടെയും സി എന്ന് പറയുന്ന പോയിന്റിലൂടെയും വരച്ചിട്ടുള്ള ടാൻജൻസുകളാണ് പി ആർ എന്ന് പറയുന്നതും ക്യു ആർ എന്ന് പറയുന്നതും. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്ത് ടാൻജന്റും കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ 2 ആംഗിൾസ് അല്ലേ. നമുക്ക് എഴുതാം ആംഗിൾ ആർ എ സി, ആംഗിൾ ആർ എ സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ആർ സി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ആർ സി എന്ന് പറയുന്ന ആംഗിളും ഏത് ആംഗിളിനാണ് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈ കോഡിന്റെ സെക്കൻഡ് പോർഷൻ, ഇവിടെയുള്ള ഈ പോർഷൻ, ഫസ്റ്റ് പോർഷനകത്തുള്ള 2 ആംഗിൾസ് ആണിത്. ഈ 2 ആംഗിളുകൾ ഈക്വൽ ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇതിന്റെ ബാക്കി വരുന്ന ഈ പോർഷനകത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിൾ ആണ് ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി. ഇവിടെ നമുക്ക് ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 80 ഡിഗ്രി ആണെന്ന്. അതുകൊണ്ട് ഈ ആംഗിളും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? ഇവിടെയുള്ള ഈ 2 ആംഗിൾസും 80 ഡിഗ്രി തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരച്ചാൽ ആ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ ബാക്കി വരുന്ന പോർഷനകത്ത് സെക്കൻഡ് സൈഡിനകത്ത് അതിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ഇവിടെയും ഇവിടെയുമായി ഉള്ള ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ്. നമുക്ക് ഇതിനകത്ത് എ സി ആർ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഇതിനകത്തെ 2 ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 80 ഡിഗ്രി ആണ്, 80 ഡിഗ്രി ആണെന്ന്. അങ്ങനെയെങ്കിൽ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആംഗിൾ ആർ എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു ട്രയാങ്കിളിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആ 180 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? ഇതിനകത്തുള്ള 2 ആംഗിൾസ് മൈനസ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ 80 പ്ലസ് 80 that is equal to 180 minus 80 plus 80 എന്ന് പറയുമ്പോൾ 160 ആണ്. that is 180യിൽ നിന്ന് 160 മൈനസ് ചെയ്താൽ that is 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഈ ലാർജ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിളായ ആംഗിൾ ആർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? that is 20 ഡിഗ്രി. ഇനി നമുക്ക് സെക്കൻഡ് ഇതിനകത്തുള്ള കോഡ് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നോക്കൂ, എ ബി എന്ന് പറയുന്ന ഈ കോഡ് കൺസിഡർ ചെയ്താൽ
എ ബി എന്ന് പറയുന്ന കോഡ് കൺസിഡർ ചെയ്താൽ നോക്കൂ, എ ബി എന്ന് പറയുന്ന കോഡിന്റെ എൻഡ് പോയിന്റിലൂടെയുള്ള രണ്ട് ടാൻജന്റുകളാണ് പി ആർ എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും. ഇതിനകത്ത് ഈ കോഡും ഈ ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ഈ ടു ആംഗിൾസ് എന്തിന് ഈക്വൽ ആണ്? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. നോക്കൂ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. ഇത് എത്ര ഡിഗ്രി ആണ്? അത് 60 ഡിഗ്രി ആണ്. ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെയുള്ള ഈ ടു ആംഗിൾസും എത്ര ഡിഗ്രി തന്നെയാണ്? അത് 60 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം, ആംഗിൾ പി എ ബി, ആംഗിൾ പി എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ബി എ, angle PBA is equal to angle ACB, angle ACB, which is equal to അത് എത്ര ഡിഗ്രി ആണ്? That is equal to 60 ഡിഗ്രി ആണ്. Therefore നമുക്ക് എഴുതാം angle P is equal to, angle P is equal to 180 minus 60 plus 60, 60 plus 60. That is equal to angle P is equal to 180 minus 120, that is equal to 60 degree. അപ്പോൾ നമുക്ക് ആംഗിൾ P എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ കിട്ടി, അത് 60 ഡിഗ്രി ആണെന്ന് അല്ലേ? ഇനി ഈ ലാർജ് ട്രയാങ്കിളിനകത്ത് ടു ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ തേർഡ് ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ കണ്ടുപിടിക്കുക? ആംഗിൾ Q is equal to ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ആണ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? ഇവിടെയും ഇവിടെയുമായിട്ടുള്ള ആംഗിളുകൾ നമ്മൾ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 180 മൈനസ് 60 പ്ലസ് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 20 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 80 ആണ്. 180യിൽ നിന്ന് 80 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 100. അപ്പൊ നമുക്ക് ഇതിന്റെ തേർഡ് ആംഗിൾ കിട്ടി. ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ് എന്ന്. ഇതല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ലാർജ് ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലുമുള്ള ആംഗിൾസ് ആണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ ഈ സൈഡ് ഹെഡിങ്ങിന് താഴെ വന്ന പോയിന്റ് അത് നിങ്ങൾ ഓർത്തു വെക്കുക. അതായത് ഒരു സർക്കിളിനകത്ത് ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ആ ടാൻജന്റും കോഡുമായി ഉണ്ടാക്കുന്ന ആംഗിള്, ആ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ആർക്കിനകത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. നമുക്ക് ഇവിടെ 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിനകത്തുള്ള ആംഗിൾ ആണ് 80 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത് 80 ആണ്, ഇവിടെയും 80 ആണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് ഇവിടെയും 60 ആണ്, ഇവിടെയും 60 ആണ് എന്ന്. അപ്പം ഇതിനകത്ത് നമ്മൾ ആ പോയിന്റ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഫിഗറിനകത്ത് സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടിക്സിലൂടെയും സർക്കം സർക്കിളിന് വരച്ചിട്ടുള്ള ടാൻജന്റുകളാണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അതായത് താഴെ നമുക്ക് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിനകത്തുള്ള സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടെക്സിലൂടെയും വരച്ചിട്ടുള്ള ടാൻജന്റുകളാണ് ലാർജ് ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഈച്ച് ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കിതിനകത്ത് ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ലാർജ് ട്രയാങ്കിളിന് കൊടുക്കാം. ഇത് പി ആണ്, ഇത് ക്യൂ ആണ്, ഇത് ആർ ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിനകത്ത് ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സ് എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കോഡുകളാണ് അല്ലേ? നമുക്ക് ആദ്യം ബി സി എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. ബി സി എന്ന് പറയുന്ന ഒരു കോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരു ട്രയാങ്കിൾ കിട്ടും. നോക്കൂ, ക്യൂ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനകത്തുള്ള ഈ ടു ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് ഇവിടെയും ഇവിടെയുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈ ടു ആംഗിൾസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മൾ ഇതിനകത്ത് ക്യൂ സി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ
ഇതിനകത്തുള്ള ഒരു ആംഗിൾ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണെന്ന്. എങ്കിൽ ബാക്കിയുള്ള ഈക്വൽ ആയിട്ടുള്ള ഈ രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എഴുതാം ആംഗിൾ QCB ഈസ് ഈക്വൽ ടു ആംഗിൾ QCB ഈസ് ഈക്വൽ ടു ആംഗിൾ QBC ആംഗിൾ QBC. ഈ ടു ആംഗിൾസ് കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഈ 180 ഡിഗ്രിയിൽ നിന്ന് ഇതിനകത്ത് തന്നിരിക്കുന്ന ആംഗിളായ 40 ഡിഗ്രി മൈനസ് ചെയ്യാം. എന്നതിന് ശേഷം ഇവിടെയും ഇവിടെയുമുള്ള ആംഗിളുകൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ബാക്കി വരുന്ന ആംഗിളിനെ ഈക്വലി ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 180ൽ നിന്ന് 40 മൈനസ് ചെയ്താൽ 140 ഡിഗ്രിയാണ്. 140യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 70 ഡിഗ്രിയാണ്. അതായത് ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നതും എത്ര ഡിഗ്രി വീതമാണ്? 70 ഡിഗ്രി വീതമാണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റും കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ കോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്ന് പറയുന്ന ആംഗിളിന് ഈക്വൽ അല്ലേ? അതുകൊണ്ട് നമുക്ക് എഴുതാം therefore ആംഗിൾ CAB is equal to ആംഗിൾ CAB is equal to 70 ഡിഗ്രി അല്ലേ? എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നതും 70 ഡിഗ്രി ആണ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഒരു കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ ടാൻജന്റുകൾ വരച്ചാൽ കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആ കോഡിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ്. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിളിന് ഈക്വൽ ആണ്. നമ്മൾ ആദ്യം ടാൻജന്റും കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചത്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ട് ഇത് രണ്ടും 70 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിളും എത്ര ഡിഗ്രി തന്നെയാണ്? ഇറ്റ് ഈസ് ഓൾസോ 70 ഡിഗ്രി. ഇനി നമുക്ക് ഇതിനകത്തുള്ള സെക്കൻഡ് കോഡ് ഒന്ന് കൺസിഡർ ചെയ്യാം. നോക്കൂ, AC എന്ന് പറയുന്ന കോഡ് കൺസിഡർ ചെയ്താൽ നമുക്ക് ഇവിടെ ട്രയാങ്കിൾ കിട്ടും. ACP എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനകത്തുള്ള ഒരു ആംഗിൾ നമുക്ക് ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് 60 ഡിഗ്രി ആണെന്ന്. എങ്കിൽ ഇതിനകത്ത് ബാക്കി വരുന്ന ഈ ടു ആംഗിൾസ്, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് എഴുതാം ആംഗിൾ PCA ആംഗിൾ PCA ഈസ് ഈക്വൽ ടു ആംഗിൾ PAC ആംഗിൾ PAC. ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയിൽ നിന്നും ടോട്ടൽ ട്രയാങ്കിളിന്റെ സം എന്ന് പറയുന്നത് 180 ആണ്. അതിൽ നിന്നും നമുക്ക് തന്നിരിക്കുന്ന ആംഗിളായ 60 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്യും. എന്നിട്ട് അതിനെ ഈക്വലി നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്തിനാണ് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നത്? കാരണം ഇവിടെയും ഇവിടെയുമുള്ള ആംഗിളുകൾ ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയി കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180യിൽ നിന്ന് നമ്മൾ 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 120 ആണ്. 120യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള ആംഗിളും 60 ഡിഗ്രി ആണ്, ഇവിടെയുള്ള ആംഗിളും 60 ഡിഗ്രി ആണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതിനകത്തുള്ള കോഡാണല്ലോ AC എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എൻഡ് പോയിന്റിലൂടെ നമ്മൾ രണ്ട് ടാൻജന്റുകൾ വരച്ചിട്ടുണ്ട്. PC എന്ന് പറയുന്ന ടാൻജന്റും PA എന്ന് പറയുന്ന ടാൻജന്റും. കോഡും ടാൻജന്റുമായി ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണ് എന്ന പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതാം ABC എന്ന് പറയുന്ന ആംഗിൾ. therefore ആംഗിൾ ABC ഈസ് ഈക്വൽ ടു ഓൾസോ 60 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടി ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇപ്പൊ ഈ സ്മോൾ ട്രയാങ്കിളിനകത്തുള്ള ടു ആംഗിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 70 ഡിഗ്രി ആണ്, ഇവിടെ 60 ഡിഗ്രി ആണ്. എങ്കിൽ എങ്ങനെയാണ് തേർഡ് ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആംഗിൾ ACB. ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ആണ്. ഇതിൽ നിന്നും നമ്മൾ എന്താണ് മൈനസ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ആംഗിൾസ് നമ്മൾ മൈനസ് ചെയ്താൽ ബാക്കിയുള്ള ആംഗിൾ ആയിരിക്കും തേർഡ് ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 70യും 60യും ആണ്. ആ 70യും 60യും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70 പ്ലസ് 60 എന്ന് പറയുന്നത് 130 ആണ്. 180യിൽ നിന്ന് 130 മൈനസ് ചെയ്താൽ 50 ഡിഗ്രി ആണ്.
എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇപ്പം നമുക്ക് സ്മോൾ ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിളുകളും കിട്ടിയില്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള പോയിന്റാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു സർക്കിളിനകത്ത് നമ്മളൊരു കോഡ് വരയ്ക്കുകയാണെങ്കിൽ ആ കോഡിന്റെ എൻഡ് പോയിന്റിലൂടെ 2 ടാൻജന്റുകൾ വരച്ചാൽ കോഡും ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസ് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും ആ കോഡിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിനകത്ത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഈ ഭാഗത്തുണ്ടാക്കിയ ആംഗിൾ ആണ് ഇവിടെ 70. ഈ 70 തന്നെയാണ് ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് കോഡും ടാൻജന്റുമായിട്ടുണ്ടാക്കിയ ആംഗിൾ ആണ് ഇവിടെ ആദ്യം കണ്ടുപിടിച്ചത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെയുള്ള ആംഗിളും എത്ര തന്നെയാണ്? 70 ഡിഗ്രി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഇത് 60 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാക്കുന്ന ആംഗിളായ ആംഗിൾ ബി എന്ന് പറയുന്നതും 60 ഡിഗ്രി തന്നെയാണ്. അപ്പം നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള ആ 2 പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ഇതിനകത്ത് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യനുകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.